ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ മറ്റൊരു ചെറിയൊരു ഫോർമുലയാണ്. അത് ഫോർമുലയുടെ പേരെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയും. ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ. ഇത് ഫോർമുലയല്ല, ഇത് ഫംഗ്ഷനാണ്. ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ. അപ്പോൾ എന്തിനാണ് ഈ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ സെൽസിലെല്ലാം റോസിൽ കിടക്കുന്ന ഡാറ്റ ഒറ്റ സെല്ലിൽ കൊണ്ടുവരാനുള്ളൊരു ഫംഗ്ഷനാണ് ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ. ഓക്കെ, അത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനിപ്പം ഒരു ടേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ടേബിൾ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ടേബിളാണ്, സ്മോൾ ടേബിളാണ്. നെയിമാണ് ടേബിൾ ഹെഡർ. അതിൻ്റെ കുറേ പേരുകളുണ്ട്. അമിത്, അനിൽ, സലീം, പ്രീതി, നഖ്വി എന്ന കുറേ പേരുകളുണ്ട്. ഇത് ചെറിയൊരു പേര്, നമുക്ക് കുറേ പേരുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും പേര് നമുക്ക് എത്ര ഓൾമോസ്റ്റ് 10 നെയിംസ് ഉണ്ട്. നമുക്ക് ആ പേരുകളെല്ലാം ഒറ്റ സെല്ലിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പം നമുക്ക് വേണേൽ ഇപ്പുറത്തൊരു ഇത് ഇടാം, കമ്പൈൻഡ്. ഓക്കെ, കമ്പൈൻഡിൻ്റെ ഇപ്പുറത്തോട്ട് നേരെയായിട്ട് നമുക്കിത് എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടിരാം. അപ്പം നമ്മളിപ്പോഴും ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയടിക്കാൻ കമ്പൈൻ ചെയ്യുമല്ല. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ അമിത് എന്നുള്ള പേര് കഴിഞ്ഞിട്ട് അനിൽ വരണം. പക്ഷേ അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ഒരു കോമ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത അനിൽ വരുന്നത്. അതുപോലെ തന്നെ അനിൽ എന്നുള്ള പേര് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞ് സ്പേസ് എന്നിട്ടാണ് സലീം വരുന്നത്. അങ്ങനെ എല്ലാത്തിനും ഒരു കോമ കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞാണ് അടുത്ത പേര് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആ കോമ എന്നുള്ള ഡിലിമിറ്റർ നമ്മളത് മെൻഷൻ ചെയ്യണം. അപ്പം ഡിലിമിറ്റർ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ടെക്സ്റ്റ് ജോയിൻ ഫോർമുല ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ സിൻറ്റാക്സിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ ആണ്. ഈക്വൽ സൈൻ ഇടുക, ടെക്സ്റ്റ് ജോയിൻ. ഓക്കെ, ടെക്സ്റ്റ് ജോയിൻ. പിന്നെ നമ്മുടെ ഡിലിമിറ്റർ ഇടണം. ഡിലിമിറ്റർ ഇടുന്ന എപ്പോഴും ഇൻവേർട്ടർ കോമയുടെ ഇടയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഓപ്പണിംഗ് ഇൻവേർട്ടർ കോമ ഇവിടെ കൊടുത്തു. ഡിലിമിറ്റർ എന്ന് വെച്ചാൽ എന്താ, കോമയാണ്. ഒരു കോമ ഇട്ടു, പിന്നെ ഒരു സ്പേസ് വേണമല്ലോ, ഒരു സ്പേസ് ഇട്ടു, പിന്നെ ഇൻവേർട്ടർ കോമ ഇട്ടു. ഓക്കെ, പിന്നെ അടുത്ത ഇതിലേക്ക് അടുത്ത കണ്ടീഷൻ, പിന്നെ കോമ ഇടുക. അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ എന്ന് വെച്ചാൽ ഇടയ്ക്ക് എം ടി സെൽസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. അതിനുവേണ്ടിയാണ് ട്രൂ ഇടുന്നത്. ഫോൾസ് ഇട്ടാൽ അത് ഇഗ്നോർ ചെയ്യത്തില്ല. അപ്പോൾ ട്രൂ ഇടുന്നതാണ് ഏറ്റവും റെക്കമെൻഡഡ് വേ. അപ്പം ട്രൂ എന്നുള്ള ഇടുക. അപ്പം എം ടി സെൽസ് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്തോളൂ. പിന്നെ കോമ ഇട്ടിട്ട് അടുത്ത് നമുക്ക് റേഞ്ച് ആണ് വേണ്ടത്. എവിടെ മുതൽ എവിടം വരെയുള്ള ഇതാ കമ്പൈൻ ചെയ്യണമെന്നുള്ളത്. നമുക്കിപ്പം സെൽ B3 മുതൽ B12 വരെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ റേഞ്ച് ഇവിടെ കൊടുക്കാം. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അമിത് മുതൽ ജിതേഷ് വരെ, B3 to B12. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഇനിയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടില്ലേ, നമുക്കിവിടെ എല്ലാ പേരുകളും സെല്ല് വന്നിട്ടുണ്ട്. അമിത് കോമ സ്പേസ് അനിൽ, സലീം കോമ പ്രീതി അപ് ടു ജിതേഷ്, എല്ലാ പേരുകളും ഒറ്റ സെല്ലിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടും. പർട്ടിക്കുലർ കേസും വരത്തില്ല. ചില കേസ് നമുക്ക് ഒരു എന്തെങ്കിലും ആവശ്യം വരാം, പല സെല്ലിലെ ഡാറ്റ ഒറ്റ ഇതിലോട്ട് കൊണ്ടുവരുന്നുള്ളൊരു ഡാറ്റ വരും. അപ്പോൾ ഇമെയിൽസ് ഒക്കെ അയക്കാൻ നേരത്ത് എല്ലാം ഡിഫറെൻറ്റ് സെൽസിലായിരിക്കും ഇമെയിൽ എടുക്കുന്നത്. അപ്പം ഒറ്റ സെല്ല് കോമ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ് ഒരുമിച്ച് മെയിൽ അയക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ഫംഗ്ഷൻ എക്സലിലെ. അപ്പം വീഡിയോ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഇനിയും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.